ഹലോ അസ്സലാമു അലൈക്കും റൂബി സ്യാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് കാണാൻ പോകുന്നത് നമ്മുടെ ഹിജാബിൻ്റെ അക്സസറീസ് ആണ്. ഇപ്പോൾ അടിപൊളി ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട്. ഓരോന്ന് കാണിച്ചു തരാം. നമുക്കിത് ഇപ്പോൾ ഒരു ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് സാധാരണ പിന്ന്, പിന്നെ ലൂപ്പ് പിന്ന് 2 നോർമൽ നീഡിൽ പിന്ന്. അപ്പോൾ ഇത് എത്ര 3, 5, 7 ഐറ്റം കൂടി 100 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കായിട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങാം. ഇത് അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ, നല്ല ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതാ അടുത്തത് നമ്മളുടെ ട്രെൻഡിങ് ആയിട്ടുള്ള പിന്നാണ്. നമ്മളിത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളതാണേ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം എടുത്ത് ബുക്ക് ചെയ്തിട്ട് വരാൻ ഇതിവിടെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്നൊരു പിന്നാണ്. ഇതിനെപ്പറ്റി കുറേ പേർക്ക് അറിയാമായിരിക്കും. അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോയിൽ വിശദമായിട്ട് പറയാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒരെണ്ണം ഓപ്പൺ ആക്കട്ടെ. വലിച്ചെടുക്കട്ടി. ഇതാ ഇത് നോക്കിക്കേ. ഇത് ഒരു സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പിന്നാണ്. ഈ പിന്ന് നമുക്ക് നമ്മളുടെ ഷോളിൽ കുത്തിയിട്ട് ഇത് നമുക്ക് മുടിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ഷോൾ ഇട്ടേക്കുക. നമ്മൾ തലയിലിടാൻ ഉദ്ദേശിക്കുന്ന ഭാഗം എടുത്ത് പിൻ ചെയ്യാം. പിൻ ചെയ്തിട്ട് ഇതാപ്പോൾ നമ്മളിങ്ങനെ ഇട്ടിട്ട് പിൻ ചെയ്തേ. അതായത് നമ്മുടെ നല്ല വശത്തിൻ്റെ അകത്താണ് നമ്മൾ പിൻ ചെയ്യേണ്ടത്. പിൻ ചെയ്തതിന് ശേഷം നമുക്ക് തലയിലിടാം. ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ കറക്റ്റ് നമ്മുടെ മുടിയുടെ മുകളിൽ ഇത് വരുമ്പോഴത്തേക്കും ആ ഒരു ചീപ്പ് പോലെ ഇരിക്കുന്ന ഭാഗം മുടിയിലോട്ട് ഇറക്കി വെച്ചിട്ട്, ഇത് ക്ലിപ്പല്ലേ, ടിക് ടാക്കാണ്. അപ്പോൾ ഇങ്ങനെ ക്ലിപ്പ് അടിച്ച് കഴിയുമ്പോഴത്തേനും നല്ലപോലെ ഫിറ്റായിട്ടിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ മുടി വെച്ചിട്ടൊക്കെ കാണിച്ചു തന്നാലാണ് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ പിന്നെ ഇങ്ങനെ ഷോളിൻ്റെ ഉള്ളിലിരിക്കുകയും ചെയ്യും. മുടിയിൽ ആ കോമ്പ് പോലെ ഇരിക്കുന്ന ഭാഗം നല്ലപോലെ ഇരിക്കുകയും ചെയ്യും. നിങ്ങൾക്കിത് വലിച്ചാലൊന്നും ഊരിപ്പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ ഇരിക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. ഞാനും ഇപ്പോൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ ഞാനൊന്ന് ഉപയോഗിച്ച് നോക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമുക്കിതിലിരിക്കട്ടെ. അടുത്തത്, അപ്പോൾ ഈ പിന്നിൻ്റെ വില പീസ് വരുന്നത് 40 രൂപയാണ് ഒരു പിന്നിന്. അപ്പോൾ കാർഡിൻ്റെ ഇത് നല്ല റേറ്റുണ്ട്. നിങ്ങൾ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയാൽ മതി, എല്ലാത്തിലും സൈറ്റിലുമൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് മാത്രമായിട്ട് ഗോൾഡ്, സിൽവർ, പിന്നെ ഒരു ക്രീം പോലത്തുള്ള കളറും ഉണ്ട്. ഇങ്ങനെ കളറുകളുണ്ട്. അടുത്തത് നമ്മുടെ സാധാരണ നീഡിൽ പിന്നാണ്. ഇതാ കുഞ്ഞി പിന്നെ നീഡിൽ പിന്നെ. ഓക്കെ, അപ്പോൾ 12 പീസിൻ്റെ സെറ്റായിട്ടുണ്ട് അത്. അടുത്ത നമ്മളുടെ ഹിജാബ് ടേപ്പാണ്. ഇത് അറിയാവുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. അടിപൊളി ഐറ്റംസാണ്. നിങ്ങൾ വേറെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ തന്നെ വേറെ ബ്രാൻഡിൻ്റെ മുൻപ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് ഞാൻ വിചാരിക്കുമേ ഇതൊന്നും പൊട്ടിച്ച് വേസ്റ്റാക്കി കളയണ്ട. കാരണം നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഇത് വേസ്റ്റായി പോകും. വേറൊരാൾക്ക് ഇതിൽ നിന്ന് കൊടുക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് അപ്പോൾ ഇത് നോക്കിക്കേ. ഇത് നമ്മളുടെ ഹിജാബ് ടേപ്പാണ്. ഇത് 2 സൈഡാണ്, ഡബിൾ സൈഡ് ടേപ്പാണ്. ഇത് ഒരുപാട് പീസുണ്ട്. ഇതൊരു ടേപ്പ്, ഇതൊരു ടേപ്പ്, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. കട്ട് ചെയ്തെടുക്കാം. അല്ല സോറി, ഓരോ ടേപ്പാണ്. വേസ്റ്റ് ആക്കണ്ട. ഇത് ഞാൻ ഓപ്പൺ ചെയ്തത് പിന്നെ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് ഇളക്കിയിട്ട് നമ്മൾ ഒരു ക്യാപ്പ് വെച്ചിട്ട് ക്യാപ്പിലൊന്ന് ഒട്ടിക്കാം, ഷോളിലൊന്ന് ഒട്ടിക്കാം. എന്നിട്ട് ജസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇട്ടാൽ മതി. കറക്റ്റ് ഒട്ടിച്ച് അവിടെ ഇരുന്നോളൂ. അങ്ങനത്താണ്. വിശദമായിട്ട് അറിയണമെങ്കിൽ ഇവിടെ മെസ്സേജ് അയക്കുന്ന സമയത്ത് സ്റ്റാഫ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുവേ. അടുത്തത് നമ്മളുടെ ഇത് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന ടേപ്പാണ്. നമ്മൾ ആദ്യം ഒട്ടിക്കുന്നത് കണ്ടതിൻ്റെ വലുത്, അതിൻ്റെ വലുതല്ല, അതേപോലത്തുള്ള സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നത്. ഇത് നമ്മൾ ഇളക്കിയിട്ട് ഒട്ടിച്ചിട്ട് ഒരു വട്ടം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് ഇളക്കുക. എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടാൻ പോകുന്ന ഷോൾ ഇങ്ങനെ ഇട്ടു. നമുക്കിത് ഇങ്ങനെ കർവ് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ വശമാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ വശം ഇങ്ങനെ വയ്ക്കാം, അല്ലാതെ വേണമെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ നമുക്കിങ്ങനെ വെച്ചിട്ട് ഇടാം. ക്ലോസ് ആണ് ഇടാം. ഇങ്ങനെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇടാം. ഇത് ഒട്ടിപ്പിടിക്കുമ്പോൾ ഇതാ നല്ല ഷേപ്പിലിരിക്കും. ഫ്രണ്ട് വശം ഇങ്ങനെ ക്യാൻവാസ് വെച്ചതുപോലെ ഇരിക്കാനാണ്. കുറേ പേര് ക്യാൻവാസ് ക്യാപ്പ് ഉപയോഗിക്കുമല്ലോ, അതിന് പകരമായിട്ട് ഇത് ഉപയോഗിക്കാം. ഇത് ഒറ്റ സമയം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഇളക്കി ഇതിൽ ഒട്ടിച്ചിട്ട് അങ്ങനെ ഇടാം. അപ്പോൾ അതിങ്ങനെ ഷേപ്പ് കിട്ടും. ഞാൻ പറയുന്ന പോലെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. കാരണം ഞാൻ അത്യാവശ്യം അടുത്ത് പോകാൻ വേണ്ടി നിൽക്കുന്ന കൂട്ടത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു ടെൻഷൻ ഉണ്ടോ എന്നൊരു സംശയം വീഡിയോയിൽ. സോറി. അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇതുപോലെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സമയമെടുത്ത് ചെയ്യണം എന്നുണ്ടായിരുന്നു. ഞാൻ ഇനി ഇവിടെ ഉണ്ടാവില്ല കുറച്ച് ദിവസം. അപ്പോൾ അതുകൊണ്ട് വീഡിയോസ് എടുത്ത് തീർത്ത് വെച്ചിട്ട് പോകാൻ വേണ്ടി ഹറിബറിയായിട്ട് വീഡിയോ എടുക്കുന്നതാണ്. സോറി.
ഇതിങ്ങനെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ ഇതിനകത്തൊരു കാർഡ് കൂടെ എക്സ്ട്രാ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് മാറ്റിയിട്ട് ഒട്ടിക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ. അതിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാം. വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും. അടുത്തത് നമ്മളുടെ നീഡിൽ പിന്നുകളാണ്. അതിന് ബ്ലാക്ക് കളറ്, വൈറ്റ്, പല പല ടൈപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തീർന്നതും പല കളറും ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യാം. അതായത് ഇതിൻ്റെ മെറ്റൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ വേണ്ടിയുള്ളവർ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ. ഒരുപാട് ഐറ്റംസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പിന്നിൻ്റെ കാര്യം, ഈ പിന്നും ഈ ടേപ്പുകളും ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിലെന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ സ്റ്റോറിലെ നമ്പറിൽ മെസ്സേജ് ചെയ്യുമ്പോൾ അവർ സ്റ്റാഫ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസ്സലാമു അലൈക്കും.